2 കപ്പലുകളിലായി 14 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉടൻ ഇന്ത്യയിലെത്തും. 2 കോടി ബാരൽ എണ്ണയാണ് ഇന്ത്യ യുദ്ധകാലത്തിനിടയിൽ വാങ്ങാനൊരുങ്ങുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്കിടയിലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിന് നേരത്തെ തന്നെ താൽപര്യം അറിയിച്ചിരുന്നു. ഇന്ത്യയുമായി ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% എത്തുന്ന സമുദ്രമാർഗമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പ്രതിസന്ധി സംജാതമായത്. 25 ദിവസത്തേക്ക് അല്ലെങ്കിൽ 30 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം മാത്രമേ ഇന്ത്യയുടെ പക്കലുള്ളൂ. ഈ ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത്. ഈ ആഴ്ച തന്നെ 2 കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് സൂചന. ഒരു കപ്പൽ ഗുജറാത്തിലേക്കും മറ്റൊരു കപ്പൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്കുമായിരിക്കും എത്തുക. ഏകദേശം 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് വേഗം തന്നെ ലഭ്യമാകുന്ന വിധത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയതാണ്. കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും അനുബന്ധ കാര്യങ്ങളും ഇന്ത്യ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് വിവരം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് പാചകവാതക ഇറക്കുമതിയും പ്രതിസന്ധിയിലായിട്ടുണ്ട്. പാചകവാതകത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനാൽ പാചകവാതകവും അതോടൊപ്പം തന്നെ CNGയുടെ ഉപയോഗം നിയന്ത്രിക്കുവാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഓയിൽ കമ്പനികളും കടന്നിട്ടുണ്ട്. LPGയുടെ വാണിജ്യ ഉപയോഗം നിയന്ത്രിക്കാനാണ് നിലവിലെ തീരുമാനം. അതോടൊപ്പം സംസ്കരിച്ച LPG കയറ്റുമതി ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് മറ്റാവശ്യങ്ങൾക്കോ വിനിയോഗിക്കുന്നതോ തടയും. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ US-ഉം ഇസ്രായേലും ഇറാനുമായി നടത്തുന്ന യുദ്ധം എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആഗോള വില വർധന ഉണ്ടായിട്ടും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുവാൻ സാധ്യതയില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു.